RRB ALP CBT 2 Basic Science and Engineering Drawing 6 വീഡിയോ ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് 7ാമത്തെ വീഡിയോ ആണ്. ജോമെട്രിക് ഫിഗേഴ്സ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ മെയിൻ പോർഷൻസ് കംപ്ലീറ്റ് ആയി. ഇത് ഒരു ചെറിയ ടോപ്പിക്കാണ്. ജോമെട്രിക് ഫിഗേഴ്സ് ഇതിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ തന്നെ പുതുതായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് വളരെ ചെറിയ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ജോമെട്രിക് ഷേപ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ടെക്നിക്കൽ ഡ്രോയിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് എന്താണ്, ഒരു പോയിന്റ് അതായത് 2 ലൈനുകളുടെ ഇന്റർസെക്ഷൻ വരുന്ന ആ ഒരു ഭാഗം. A point is an exact location in space or in drawing surface without height or width. അല്ലെങ്കിൽ 2 ലൈനുകൾ ക്രിസ് ക്രോസ് ചെയ്യുന്ന ഇന്റർസെക്ഷൻ. ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഇല്ലാത്ത സ്ട്രെയിറ്റ് എലമെന്റുകൾ, ഒന്നുമില്ല, അതിൻ്റെ അതൊന്നും കാര്യമായിട്ടില്ല. ഇവിടെ വരുന്നത് 2 ലൈനുകളുടെ ഒരു പെയർ, പാരലൽ 90 ഡിഗ്രിയിലാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ. എത്ര എക്സ്റ്റെൻഡ് ചെയ്താലും ഇന്റർസെക്റ്റ് ചെയ്യാത്തതാണ് പാരലൽ ലൈൻസ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഹൊറിസോണ്ടലും വെർട്ടിക്കലും അല്ലാത്ത പ്ലെയിനുകൾ 2 ഈ 2 കൂടെ ചേർത്ത് ഈ പേരിനെ വിളിക്കുന്ന പേരാണ് ഇൻക്ലൈൻഡ് ലൈൻസ്. കർവ്ഡ് ലൈൻ സാധാ, അതിലൊന്നും കാര്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയതൊന്നുമില്ല. അതിൻ്റെ അത് പാരലൽ ലൈൻ എന്താണ്, പെർപെൻഡിക്കുലർ ലൈൻ എന്താണ്. അടുത്തതാണ് ആംഗിൾ. ഇവിടെ ഒരു റേഡിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് ഉണ്ട്. അത് ഡിഗ്രി പോലെ തന്നെ ആംഗിളിനെ എക്സ്പ്രസ് ചെയ്യുന്നത് റേഡിയനിലും കൂടെ എക്സ്പ്രസ് ചെയ്യലുണ്ട്. അത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൽ ചിലപ്പോൾ വരും. റേഡിയൻ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്, ലെങ്ത് ആണോ അല്ല ആംഗിളാണ്. റേഡിയൻ എന്ന് പറയുന്നത് ആംഗിളാണ്. പിന്നെ ഒരു ഡിഗ്രീൻ്റെ ഡെഫിനിഷനാന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഇൻറ്റേർണൽ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇത് ഒരു റെയിൽവേൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നൊരു ദ സം ഓഫ് ഓൾ ഇൻറ്റേർണൽ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ. അത് ക്വാഡ്രിലേറ്ററിൽ 360 ഡിഗ്രിയാണ്. അതുപോലെ ഒരു സർക്കിളിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾ അഥവാ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ഡിഗ്രീനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു സർക്കിളിൻ്റെ 360 പീസ് ആക്കുക. അപ്പോൾ അതിലൊന്നാണ് ഒരു ഡിഗ്രീൻ്റെ അളവ്. പിന്നെ എന്തെല്ലാം ടൈപ്പ് ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ആംഗിൾസ് എന്തൊക്കെ ടൈപ്പ് ഉണ്ട് നോക്കാം. ഇവിടെ ആദ്യം കാണിച്ചിട്ടുള്ളത് 90 ഡിഗ്രിയിൽ കുറവുള്ളത്. 90 ഡിഗ്രി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ലൈൻസ് 2 ചേരുമ്പോഴുള്ള ആംഗിൾ 90 ഡിഗ്രി. അതിൽ കുറവുള്ള ആംഗിൾസ് അതെന്താണ്, അക്യൂട്ട് ആംഗിൾ. അതിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. 90 ഡിഗ്രി ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. അതിന് വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. സിമ്പിളാണ്. 90 ഡിഗ്രിക്ക് കൂടുതലുള്ള ആംഗിളാണ് ഒപ്റ്റ്യൂസ് ആംഗിൾ. 3 ടൈപ്പ് ആംഗിളുകൾ: റൈറ്റ് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ, ഒപ്റ്റ്യൂസ് ആംഗിൾ. അടുത്തത് ഒരു 180 ഡിഗ്രി ഒരു ആംഗിൾ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ലൈനായി. സ്ട്രെയിറ്റ് ആംഗിൾ റെഫേഴ്സ് ടു ആൻ ആംഗിൾ 180 ഡിഗ്രി. ഇത് കുറച്ച് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് അറിയും, പക്ഷേങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാവില്ല. റിഫ്ലക്സ് ആംഗിൾ എന്താണെന്നുള്ളത് ഇത് നോക്കിക്കോ. റിഫ്ലക്സ് ആംഗിൾ എന്താണെന്ന് നോക്കിക്കോ. ഇതിപ്പോൾ ഒരു ആംഗിൾ എത്രയോ ഡിഗ്രി ആംഗിൾ. സാധാരണ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആംഗിൾ. ഇപ്പോൾ ഒരു ആംഗിൾ ABC എന്ന് പറയുന്നുണ്ടെങ്കിൽ ആംഗിൾ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ലൈൻ ഇട്ടില്ലെങ്കിൽ തന്നെ ആംഗിളിൻ്റെ അർത്ഥം ഈ ആംഗിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്കൂടെയുള്ള ഒരു ആംഗിൾ ഉണ്ട്, ഈ ഒരു ആംഗിൾ. ഇതിന് വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആംഗിൾ. ഇത് കുറച്ച് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല. റിഫ്ലക്സ് ആംഗിൾ എന്നിട്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് റിഫ്ലക്സ് ആംഗിൾ, ഈ ഒരു ആംഗിൾ. അതാണ് റിഫ്ലക്സ് ആംഗിൾ. ഇത് ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പുതുതായിട്ട് കേൾക്കുന്നവർ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് 180 ഡിഗ്രിയേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. കാരണം 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ പിന്നെ ലൈനല്ലേ. അപ്പോൾ 180 ഡിഗ്രിയിലെക്കാട്ടി കുറവായിരിക്കും ഒരു സാധാരണ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 180 ഡിഗ്രീനേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ 360 ഡിഗ്രി, ഒരു പോയിന്റിന് ചുറ്റും 360 ഡിഗ്രി. ആ അർത്ഥത്തിൽ
റിഫ്ലക്സ് ആംഗിൾ 360 ഡിഗ്രീനേക്കാൾ ചെറുതായിരിക്കും. അതായത് ടോട്ടൽ 360. അപ്പോൾ ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു മിനിമം 1 ഡിഗ്രി ആണെങ്കിൽ മറ്റേത് 359. ഇപ്പം അങ്ങനെ 180 ഡിഗ്രീൻ്റെ ഇടയിൽ 360 ഡിഗ്രീൻ്റെ ഇടയിലായിരിക്കും റിഫ്ലക്സ് ആംഗിൾ. അപ്പോൾ ഈ വാക്ക് ഓർമ്മിച്ചാൽ മതി, റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് സാധാ നമ്മളുടെ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിൾ. ആംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റിഫ്ലക്സ് ആംഗിൾ ഇതാണ്. അത് ഒരു അധികം ശ്രദ്ധിക്കാത്തത്. അഡ്ജസ്റ്റ് ആംഗിൾസ് ആർ ദ ആംഗിൾസ് ലൈയിങ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ലൈൻ. ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ 2 ടൈപ്പ് ആംഗിളിനെ പറ്റി പറയുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കോംപ്ലിമെൻ്ററി ആൻഡ് സപ്ലിമെൻ്ററി. 2 പെയർ ഓഫ് ആംഗിൾ എയും ബിയും, അത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ് 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെൻ്ററി ആംഗിൾ. ഇതിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സപ്ലിമെൻ്ററി ആംഗിൾ. അപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് കോംപ്ലിമെൻ്ററി ആംഗിൾ 90 ഡിഗ്രി സമ്മ് 2 ആംഗിൾ ഇപ്പോൾ 130 50 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. അതിന് വിളിക്കുന്ന പേരാണ് സപ്ലിമെൻ്ററി ആംഗിൾസ്. ആ ഒരു പെയർ ഓഫ് ആംഗിൾസിന് വിളിക്കുന്ന പേരാണ് സപ്ലിമെൻ്ററി ആംഗിൾസ്. അപ്പോൾ ഇത് എക്സാമിൽ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. കോംപ്ലിമെൻ്ററി ഏതാ സപ്ലിമെൻ്ററി ഏതാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ സി ആണ് ചെറുത്, എസ് ആണ് വലുത്. സി 3, എസ് 19. അപ്പോൾ കോംപ്ലിമെൻ്ററിൻ്റെ ആദ്യത്തെ അക്ഷരം സി. അപ്പോൾ ഇവിടെ 90 ചെറുത്, 150 വലുത്, അപ്പോൾ എസ്. അപ്പോൾ 2 പേര് നമുക്ക് ഓർമ്മയുണ്ടാവും. കോംപ്ലിമെൻ്ററി ഓർമ്മയുണ്ടാവും, സപ്ലിമെൻ്ററി ഓർമ്മയുണ്ടാവും. അതിലേതാണ് സമ്മ് 90 വരുന്നതെന്ന് വെച്ചാൽ 90ഉം 150ൽ 90ആണ് ചെറുത്. അപ്പോൾ സിയും എസ്സിൽ കോംപ്ലിമെൻ്ററി ചെറുത്, അപ്പോൾ സി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആംഗിൾസ് അതിൻ്റെ സമ്മ് 190 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കോംപ്ലിമെൻ്ററി ആംഗിൾ. അതുപോലെ 2 ആംഗിൾസ് സമ്മ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിളാണ് സപ്ലിമെൻ്ററി ആംഗിൾസ്. പിന്നെ അടുത്ത ട്രയാങ്കിൾ ബേസിക്കലി എന്താണെന്നുള്ളത്, ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ടൈപ്സ് ഓഫ് ആംഗിൾ നേരത്തെ അക്യൂട്ട് ആംഗിളും ഒബ്റ്റ്യൂസ് ആംഗിളും പറഞ്ഞതുപോലെ ട്രയാങ്കിളിന് എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളത്. ഇൻറ്റേർണൽ ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. 3 ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി. അപ്പോൾ 3ഉം ഈക്വൽ ആണെങ്കിൽ അത് 60 ഡിഗ്രി വരും. അപ്പോൾ അങ്ങനെ 3 ആംഗിളും 60 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ പ്രൊപ്പോർഷണലായിരിക്കും സൈഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ആംഗിൾ ഈക്വൽ ആകുമ്പോൾ ലെങ്ത്തും ഈക്വൽ ആവും. അപ്പോൾ ഈക്വൽ ലാറ്ററൽ സൈഡ്സ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഐസോസീലസ് ട്രയാങ്കിൾ, അതിൻ്റെ അർത്ഥം 2 ആംഗിൾ സെയിം. ഇപ്പോൾ ഇത് ഒരു 70ഉം ഇത് ഒരു 70ഉം ആണെങ്കിൽ ആ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന 2 സൈഡ്സും ഈക്വൽ ആയിരിക്കും, ഈ സൈഡും ഈ സൈഡും. അപ്പോൾ അതിനെ വിളിക്കുന്നതാണ് ഐസോസീലസ് ആംഗിൾസ്. അടുത്തത് സ്കാലിയൻ ട്രയാങ്കിൾ. ഇത് ചിലപ്പോൾ അത്ര നമ്മൾ ശ്രദ്ധിക്കണമെന്നുണ്ടാവില്ല സാധാരണ, പക്ഷേ ഇത് ചിലപ്പോൾ ഒരു പോയിന്റ് ആയിട്ട് വരാം. സ്കാലിയൻ ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് 3ഉം ഈക്വൽ ആവുമ്പം അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. 2 സൈഡ് അഥവാ 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ. ഇനിയിപ്പം 3ഉം ഡിഫറൻ്റ് ആണെങ്കിൽ 3 ആംഗിൾസും അൺഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്കാലിയൻ ട്രയാങ്കിൾ. അതിനെ വിളിക്കുന്ന പേരാണ് സ്കാലിയൻ ട്രയാങ്കിൾ. അപ്പോൾ ഇത് ചിലപ്പം ഒരുപാട് നമ്മൾ കേൾക്കണമെന്നില്ല, ബാക്കിയുള്ളതൊക്കെ സിമ്പിളാണ്. അപ്പം ഇതുപോലെ മിസ്സായി പോകുന്ന കുറച്ച് പോയിന്റുകളുണ്ട്, അത് മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. സ്കാലിയൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3ഉം അൺഈക്വൽ ആംഗിൾ, ആംഗിളിന് പ്രൊപ്പോർഷനാണ് സൈഡ്. അപ്പോൾ 3 സൈഡും അൺഈക്വലാണ്. അടുത്തത് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് മാത്രമേ മെയിനായിട്ട് ഓർമ്മിക്കാനുള്ളൂ, സ്കാലിയൻ ട്രയാങ്കിൾ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ആകെ ഓർമ്മിക്കാനുള്ളത് ഈ 2 കാര്യങ്ങൾ. 2 പെയർ ഓഫ് ആംഗിളിനെ സമ്മ വെച്ചിട്ട് കോംപ്ലിമെൻ്ററി ആംഗിൾസും സപ്ലിമെൻ്ററി ആംഗിൾസും ചോദിക്കുക. ഇവിടെ ഒരു റിഫ്ലക്സ് ആംഗിൾ. ആകെ ഈ ഒരു 3 പോയിന്റ് ഇവിടെ പുതുതായിട്ട് പഠിക്കാനുള്ളൂ. പിന്നെ ഒരു ആംഗിൾ 3 ആംഗിളും 90 ഡിഗ്രിയിൽ ലെസ് ആണെങ്കിൽ, കുറവാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. 3 ആംഗിൾ എന്ന് പറയുമ്പോൾ
90 ഡിഗ്രിയിൽ കൂടുതലുള്ള ഒരു ആംഗിളല്ലേ ഉണ്ടാവില്ല എന്തായാലും. ആകെ സമ്മ് 3 ആംഗിൾ വേണം താനും, അതിൻ്റെ സമ്മ് 150 വേണം. അപ്പോൾ 3 ആംഗിളും 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ അത് അക്യൂട്ട് ട്രയാങ്കിൾ. ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. പിന്നെ ഒരു ആംഗിൾ 90 ഡിഗ്രി വരുമ്പോൾ അത് റൈറ്റ് ആംഗിൾ. സിമ്പിൾ. അടുത്തതാണ്, അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ ട്രയാങ്കിളിൻ്റെ ചെറിയൊരു പോർഷൻ. അതിൽ ആകെ ഓർമ്മിക്കേണ്ട സ്കാലിയൻ ട്രയാങ്കിളിൻ്റെ ഡെഫിനിഷൻ. ഇവിടെ അടുത്തത് ക്വാഡ്രിലേറ്ററൽ. ക്വാഡ്രിലേറ്ററൽ ഈസ് വൺ ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ. ഈ ക്വാഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം 4 എന്നല്ലേ. നമ്മൾ പിന്നെ ക്വാഡ് കൺട്രീസ് എന്നൊക്കെ പഠിച്ചില്ലേ GK-യിൽ. അതുപോലെ ക്വാഡ്രിലേറ്ററൽ. ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡ് 4 ആംഗിളും ഉള്ളത്. അപ്പോൾ ഈ പറയുന്നൊരു പോയിന്റിൻ്റെ സം ഓഫ് ദ 4 ആംഗിൾസ് ഇൻ എ ക്വാഡ്രിലേറ്ററൽ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് റെയിൽവേൻ്റെ. ക്വാഡ്രിലേറ്ററിൻ്റെ 4 ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാണെന്നുള്ളത് അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്, പക്ഷെ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും. പിന്നെ ഇവിടെ അടുത്ത് പറയുന്ന ഡയഗണലിൻ്റെ ഡെഫിനിഷൻ. ഈ ഒരു പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇവിടത്തേക്കുള്ള വരക്കുന്ന വരെയാണ് ഡയഗണൽ. 2 ഡയഗണൽ ഉണ്ടാവും, കാര്യമായിട്ടില്ല ഒന്നുമില്ല. അടുത്ത ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ടു കൺസ്ട്രക്ട് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ കൺഫ്യൂഷൻ വരാം. ടു കൺസ്ട്രക്ട് എ ക്വാഡ്രിലേറ്ററൽ ഔട്ട് ഓഫ് 4 സൈഡ്സ് 4 ആംഗിൾസ് ആൻഡ് 2 ഡയഗണൽസ് എ മിനിമം ഓഫ് 5 ഡയമെൻഷൻസ് ആർ റിക്വയർഡ് ഓഫ് വിച്ച് 2 മസ്റ്റ് ബി സൈഡ്. ഇത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഈ ഒരു കാര്യം. 2 മസ്റ്റ് ബി സൈഡ്. പിന്നെ ക്വാഡ്രിലേറ്ററലിൽ പിന്നെ ട്രപ്പീസിയം അത് വരുന്നുണ്ട്. അടുത്ത് ടൈപ്പ് ഓഫ് ക്വാഡ്രിലേറ്ററൽസ്. സ്ക്വയർ നമുക്കറിയാം, ഈക്വല് 4 90 ഡിഗ്രി, അതുപോലെ സൈഡ്സ് ഈക്വല്. റെക്റ്റാങ്കിൾ 4 90 ഡിഗ്രി ആംഗിൾ, സൈഡ് ഡിഫറെൻ്റ് വരുന്നത്. അടുത്തതാണ് റോംബസ്. ഇത് ഒന്ന് ശ്രദ്ധിക്കണം. റോംബസ്, ട്രപ്പീസോയിഡ്, പാരലോഗ്രാം, ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ കേൾക്കുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ചിലപ്പോൾ ഇത് നമുക്ക് റോംബസ് എന്താ, പാരലോഗ്രാം എന്താ, ട്രപ്പീസിയം എന്താ, ആ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡും ഈക്വലി, ഓപ്പോസിറ്റ് ആംഗിൾസ് മാത്രം ഈക്വലി. അതായത് ഇത് എന്താണ്, സ്ക്വയർ അല്ല. ഓപ്പോസിറ്റ് ഈ ആംഗിളും സെയിം, പക്ഷെ ഈ ആംഗിളും സെയിം അല്ല. ഈ ആംഗിളും ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും സെയിം, ഈ ആംഗിളും സെയിം. അപ്പോൾ അതാണ് റോംബസ്. 4 സൈഡ് ഈക്വൽ ആയിരിക്കും, പക്ഷെങ്കിൽ ആംഗിളിലെ ഓപ്പോസിറ്റ് ആംഗിൾസ് മാത്രം സെയിം. അപ്പോൾ ഇവിടെ അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ ഒരു ചെറിയ ഡയഗണൽ ഉണ്ടാവും, ഇവിടെ ഒരു വലിയ ഡയഗണൽ ഉണ്ടാവും. ഈ ഡയഗണൽസ് തമ്മിൽ പെർപെൻഡിക്കുലർലി ഇന്റർസെക്ട് ചെയ്യും. അതാണ് റോംബസിൻ്റെ ഒരു ക്യാരക്ടർ. ഇത് നമുക്ക് ക്വാണ്ടിൽ ചെയ്യാനുണ്ട്, ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാനുണ്ട്. ഈക്വൽ സൈഡ്സ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വല്, ഒരു മൈനർ ഡയഗണല് ഒരു മേജർ ഡയഗണല്, അത് തമ്മിൽ പെർപെൻഡിക്കുലർലി ഇന്റർസെക്ട് ചെയ്യും. അടുത്തത് പാരലോഗ്രാം. പാരലോഗ്രാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫിഗർ വരക്കുക. ഇവിടെ എന്താണ്, പാരലോഗ്രാമിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതായത് ഈ സൈഡും ഈക്വൽ ആണ്, ഈ സൈഡും ഈക്വൽ ആണ്, പക്ഷെ 4 സൈഡും ഈക്വൽ അല്ല. അപ്പോൾ ഇത് കുറച്ച് കാണുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട റോംബസ് പോലെ തന്നെയുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയാൽ ഇതൊരു എക്സ്ട്രീം ആണ്, കുറച്ച് നീളം കൂടുതൽ വരയ്ക്കുക. അപ്പോൾ എന്താണ്, ഇതും സെയിം ആണ്. അതുപോലെ ഈ 2 ഓപ്പോസിറ്റ് സൈഡുകളും ഈക്വൽ. അപ്പോൾ ഇവിടെ നോക്കിയാലോ, നേരത്തെ പറഞ്ഞത് ഇത് പെർപെൻഡിക്കുലർലി ഇന്റർസെക്ട് ചെയ്യുന്നതാണ്, പക്ഷെ ഇവിടെ ഫിഗറിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്തല്ല, പെർപെൻഡിക്കുലർലി ഇന്റർസെക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് പാരലോഗ്രാം. ഇതെല്ലാം ചെറിയ പോയിന്റുകളാണ്. റോംബോയിഡ് എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ റോംബോയിഡ് എന്താണ്, പാരലോഗ്രാമിന്റെ മറ്റൊരു പേരാണെന്നാണ് പറയുന്നത്. പാരലോഗ്രാം ഈസ് ഓൾസോ നോൺ ആസ് റോംബോയിഡ്. നേരത്തെ കേട്ടത് റോംബസ്. റോംബസ് എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ചെറിയൊരു വ്യത്യാസമുള്ളൂ, കുറച്ചിങ്ങനെ 2 ഭാഗം വിരിഞ്ഞത് പോലത്തെ സ്ക്വയർ. അതായത് സൈഡ് ഈക്വൽ ആണ്, പക്ഷേങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം, ഓപ്പോസിറ്റ് ആംഗിൾസ് മാത്രം ഈക്വൽ. ഇവിടെ വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം ഈക്വൽ. അപ്പോൾ ഈ ഒരു ഫിഗർ ഓർമ്മിച്ചാൽ മതി. പാരലോഗ്രാം എന്ന് പറയുമ്പോൾ മനസ്സിൽ ഈ ഒരു ഫിഗർ, കുറച്ച് നീളത്തിലുള്ള ഒരു ഫിഗർ, ഈ സൈഡും ഇതിപ്പോൾ വരച്ച ഈ 2 ലൈനും സെയിം, പിന്നെ ഇത് രണ്ടും സെയിം, പക്ഷേ എന്തല്ല, ഇത് രണ്ടും സെയിം അല്ല. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആംഗിൾ ഇത് രണ്ടും സെയിം ആയിരിക്കും. ഇവിടുന്ന് ഇന്റർസെക്ട് ചെയ്യുന്നത്, ബൈസെക്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലറി ആയിരിക്കില്ല.
അടുത്തത് ട്രപ്പീസോയിഡ്. ഓൾ 4 സൈഡ്സ് ആർ ഡിഫറെൻറ്റ്, ഓൺലി 2 സൈഡ്സ് ആർ പാരലൽ. ഇതിൽ ഇമ്പോർട്ടൻറ്റ് 2 സൈഡേ പാരലല്ലോ. ഇപ്പോൾ ഈ കാണിച്ച ഡി സിയും എ ബിയും പാരലാണ്, ഇത് രണ്ടും പാരലല്ല. അതാണ് ട്രപ്പീസോയിഡ്. കൈറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും 2 സൈഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ. കൈറ്റ് എന്ന് പറയുമ്പം നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഫിഗർ 2 സൈഡ്സ്, ഈ സൈഡും ഈക്വൽ, ഈ സൈഡും ഈക്വൽ. ഇറ്റ് ഈസ് എ പ്ലെയിൻ ഫിഗർ 4 sides and any 2 sides are equal to each other. അതാണ് ക്വാഡ്രിലേറ്ററൽ. അതിൽ ഒരു ഭാഗം ക്വസ്റ്റ്യൻ വന്നത് ക്വാഡ്രിലേറ്ററലിൻ്റെ ഇന്റേണൽ ആംഗിളിൻ്റെ സമ്മ് 360 ഡിഗ്രി. അടുത്തത് ലൈന്, പോയിന്റ്, ട്രയാങ്കിള്, ക്വാഡ്രിലേറ്ററൽ. അതിനുശേഷം എന്താ ഇപ്പോൾ സർക്കിൾ ഒന്നുമില്ല, കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. റേഡിയസ് എന്താണ്, ഡയമീറ്റർ എന്താണ്, സർക്കംഫറൻസ് എന്താണ്, റേഡിയസും സർക്കംഫറൻസും തമ്മിലുള്ള റിലേഷൻ. സർക്കംഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ചുറ്റളവ്, അതായത് ഈ നീളം എത്രയാണെന്നുള്ളത്. അതും റേഡിയസും തമ്മിലുള്ള റിലേഷൻ 2πr ആണ് സർക്കംഫറൻസ്. സെൻട്രൽ ആംഗിൾ എന്താണ്, 2 റേഡിയൽ ലൈൻ തമ്മിൽ ചേരുന്ന ഈ ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. ഈ കാണിക്കുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. ആർക്ക് എന്താണ്, ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റുകൾ തമ്മിലുള്ള ഈ പെരിഫർ സർക്കംഫറൻസ്. എ പാർട്ട് ഓഫ് ദ സർക്കിൾ ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് ഓൺ ദ സർക്കംഫറൻസ് ഈസ് കോൾഡ് ആൻ ആർക്ക്. എ ബി എന്ന് പറയുന്നതാണ് മൈനർ ആർക്ക്, അതായത് ഈ എ ബി എന്ന് പറയുന്നതാണ് മൈനർ ആർക്ക്. ഈ ഇതാണ് മേജർ ആർക്ക്. 2 ആർക്ക്, എൻ്റെയും ബിൻ്റെയും 2 പോയിൻ്റായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ 2 ആർക്കുകൾ രൂപപ്പെടും. ഇതിൽ ചെറുതാണ് മൈനർ ആർക്ക്, വലുതാണ് മേജർ ആർക്ക്. അടുത്തത് കോഡ് എന്താണെന്നുള്ളത്. കോഡ് നേരത്തെ പറഞ്ഞത് ആർക്ക്, ഇത് കോഡ്. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഒരു എ ആണ്, ഇതൊരു ബി ആണ്, ഇതിൻ്റെ സർക്കംഫറൻസിലേക്ക് കൂടിയുള്ള ഇതാണ് ആർക്ക്. അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ കണക്ട് ചെയ്യുന്ന ഈ ലൈനാണ് കോഡ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇവിടെ നിർത്തുന്നു, ബി ഇനി കുറച്ച് ഇങ്ങോട്ട് നീട്ടിയാലോ, അപ്പോൾ എന്താവും, കോഡിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. കുറച്ചും കൂടെ ബി ഇങ്ങോട്ട് നീട്ടിയാലോ, B1 B2 ഇങ്ങനെ ഇതിൻ്റെ നേരെ ഡയഗണലി ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാലോ, ആ പോയിന്റിൽ എന്താവും, ഇത് ഏറ്റവും ലെങ്ത് ഉണ്ടാവും. അപ്പോൾ സെൻറ്ററിലേക്ക് കൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനാണ് ഡയമീറ്റർ. അപ്പോൾ ഏറ്റവും വലിയ കോഡിന് പറയുന്ന പേരാണ് ഡയമീറ്റർ. ലോങ്ങസ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ ഈസ് നോൺ ആസ് ഡയമീറ്റർ. അടുത്തത് 2 പോയിന്റുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയും ബിയും. ഇത് മൈനർ ആർക്ക്, ഇത് മേജർ ആർക്ക്, രണ്ടും തമ്മിൽ വരക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കോഡ്. ഇനിയിപ്പോൾ ഈ കോഡ് വരക്കുമ്പോൾ ഇത് ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഓർമ്മിക്കുന്നതാണ് എളുപ്പം. ഇപ്പോൾ ഒരു കോഡ് വരക്കുമ്പോൾ ഇതിനെ ഈ സർക്കിളിനെ 2 സെഗ്മെൻ്റ് ആക്കി തിരിക്കുന്നുണ്ട്. അതിൽ ചെറുത് മൈനർ സെഗ്മെന്റ്, വലുത് മേജർ സെഗ്മെന്റ്. സർക്കിളിന്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സെൻട്രൽ ആംഗിള്, 2 റേഡിയസ് തമ്മിലുള്ള ആംഗിള്, സെൻട്രൽ ആംഗിള്. അവിടുന്ന് വരക്കുന്ന ഈ ഒരു യെല്ലോ കളറിലുള്ളതാണ് സെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ ക്വാഡ്രൻസ്, നമ്മൾ സാധാരണ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സർക്കിളിൻ്റെ അകത്ത് ക്വാഡ്രൻറ്റ് ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ. ഒരു 90 ഡിഗ്രിയിൽ 2 റേഡിയൽ ലൈൻസ് തമ്മിൽ ചേരുമ്പോഴുള്ള ഈ ഒരു ഭാഗത്തിന് പറയുന്ന സെക്ടർ. ഈ സെക്ടറിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രൻറ്റ്. അടുത്തത് ഇതൊരു സെമി സർക്കിള്. ഇവിടെ നമുക്ക് ഉള്ളത് നേരത്തെ റിഫ്ലക്സ് ആംഗിളും അതുപോലെ സ്കാലിൻ ട്രയാങ്കിളും പറഞ്ഞതുപോലെ ഒരു പുതിയൊരു കാര്യമാണ് എക്സെൻട്രിക് സർക്കിൾ. കോൺസെൻട്രിക് സർക്കിൾസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്ത കോൺസെൻട്രിക്, അതായത് കോമൺ ആയിട്ടുള്ള ഒരു സെൻറ്റർ. ആ ഒരു കോമൺ സെൻറ്ററിന് ചുറ്റും എത്ര സർക്കിൾ വേണമെങ്കിലും റേഡിയസ് മാറ്റി മാറ്റി വരക്കാം. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എന്ത്, കോൺസെൻട്രിക് സർക്കിൾസ്. എക്സെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സർക്കിൾ, 2ഓ അതിലധികമോ സർക്കിൾസ്. ഇപ്പോൾ ഒരു സർക്കിള്
പിന്നെ ഒരു സർക്കിൾ. അപ്പം അങ്ങനെ എത്ര വേണമെങ്കിലും സർക്കിൾ വരക്കാമല്ലോ. ഇതിലൊന്നിലും കോമൺ ആയിട്ടുള്ള ഒരു സെൻറ്റർ പോയിന്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇവിടെയാണ്, ഇതിൻ്റെ സെൻറ്റർ ഇവിടെയാണ്, ഈ വലിയ സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെൻറ്റർ ഡിഫറൻ്റ് ആണ്. അതിന് വിളിക്കുന്ന പേരാണ് എക്സെൻട്രിക് സർക്കിൾസ്. ഇത് ഇപ്പോൾ കേൾക്കുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സെൻട്രിക് സർക്കിൾസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ട്രൂ ഓർ ഫാൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കത്തണമെന്നില്ല. എനിക്കിതുപോലെ ആയിരുന്നു റിഫ്ലക്സ് ആംഗിൾ, പെട്ടെന്ന് നമുക്ക് കത്തണമെന്നില്ല റിഫ്ലക്സ് ആംഗിൾ. അതുപോലെയാണ് അടുത്തത് സ്കാലിയൻ ട്രയാങ്കിൾ. സ്കാലിയൻ ട്രയാങ്കിൾ അതുപോലെ അതാ ഇപ്പോൾ അടുത്ത ഒന്നും കൂടെ വന്നു, എക്സെൻട്രിക് സർക്കിൾ. എക്സെൻട്രിക് സർക്കിൾ എന്താണെന്നുള്ളത്, എക്സെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എക്സെൻട്രിക്, അപ്പോൾ എന്തോ സെൻറ്ററുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് കോൺസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററുകൾ തമ്മിൽ ഒരു പോയിന്റിൽ, എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരത്തെ ഓപ്പോസിറ്റ്, നോ കോമൺ സെൻറ്റർ പോയിന്റ്. അടുത്തത് ഒരു ലൈൻ, ഒരു റേഡിയസ്, ഒരു ടാൻജൻറ്റ്. ടാൻജൻറ്റ് എന്താ നോക്കാം. ഒരു സർക്കിൾ, അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ്, ഈ സർക്കിളിലെ സർക്കംഫറൻസിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പം ഇതൊരു പോയിൻ്റാന്ന് വിചാരിക്കും. ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് വരക്കുന്ന റേഡിയൽ ലൈനിന് പെർപെൻഡിക്കുലറായി വരക്കുന്ന ഒരു ലൈൻ, ആ ലൈനിൻ്റെ പേരാണ് ടാൻജൻറ്റ്. അതായത് ഒരു സർക്കിള്, ആ സർക്കിളിലെ ഏതോ ഒരു പോയിന്റ് സർക്കംഫറൻസിൽ, ആ സർക്കംഫറൻസിൽ നിന്ന് ഈ റേഡിയസ്, ഈ സെൻറ്റർ പോയിന്റിലേക്ക് വരക്കുന്ന വരയുണ്ടല്ലോ, അതിന് വിളിക്കുന്ന പേരാണ് റേഡിയസ്. ആ റേഡിയസിലേക്ക് 90 ഡിഗ്രി വരക്കുന്ന ഒരു ലൈൻ. അപ്പോൾ ഈ ലൈൻ എന്ത് ചെയ്യും, ഈ പോയിന്റിൽ ടച്ച് ചെയ്യല്ല, ആ ടച്ച് ചെയ്യുന്ന ഈ ലൈനിന് വിളിക്കുന്ന പേരാണ് ടാൻജൻറ്റ്. ടാൻജൻറ്റ് ഓഫ് എ സർക്കിൾ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ജസ്റ്റ് ടച്ചിങ് ദ സർക്കിൾ അറ്റ് എ പോയിന്റ്. It does not cut or pass through the circle. The point where the tangent touches the circle is called point of tangency. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയമീറ്ററിന് അഥവാ റേഡിയസിന് ഇത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഒരു പോയിന്റിന് ഒരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ.